ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുള്ളതേ പൊതിരങ്കാവ് കൊടൽനടക്കാവ് ഭാഗത്താട്ടോ. നമ്മൾ പോകുന്നത് രാമനാട്ടുകര ഭാഗത്തേക്ക്. അപ്പോൾ NH66 കോഴിക്കോട് ബൈപ്പാസിൻ്റെ വർക്കുകൾ നമ്മൾ കാര്യമായിട്ട് കാണിക്കാൻ പോകുന്നത് അറപ്പുഴ പാലാണ്. അവിടെയാണ് ഇപ്പോൾ കാര്യമായിട്ട് വർക്ക് നടക്കാനുള്ളത്. അപ്പോൾ അതിവേഗതയിൽ വർക്ക് നടക്കുന്നുണ്ട്. അറപ്പുഴ പാലം അവിടെ മാത്രമേ ബാക്കി വന്നിട്ടുള്ളൂ. ബാക്കി എല്ലാ ഭാഗവും ഈ ഭാഗത്തൊക്കെ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓപ്പൺ ചെയ്ത ഭാഗങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. 6 വരി പാത 2 ഭാഗത്തും വാഹനങ്ങൾക്കായിട്ട് തുറന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വാഹനങ്ങൾ അതിവേഗതയിൽ ഈ 6 വരി പാതയിൽ കൂടി കുതിച്ചു പായുകയാണ്. നമ്മൾ 2 വർഷം കൊണ്ട് ഇത്ര വലിയൊരു മാറ്റം ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷയില്ല കേട്ടോ. കോഴിക്കോട് ബൈപ്പാസിൽ 2 വർഷം മുമ്പ് നമ്മൾ പോകുമ്പോഴുള്ള ഗതാഗത കുരുക്കൊക്കെ എന്തായിരുന്നു, അതിൽ നിന്ന് വലിയൊരു മോചനം ഇപ്പം നമുക്ക് കിട്ടി. ഇതാ 6 വരി പാതയിൽ കൂടി വാഹനങ്ങൾ അതിവേഗതയിൽ കുതിച്ച് പായുകയാണ്. നമ്മൾ ഇത് കേരളം തന്നെ ആണെന്നുള്ള ചില സമയങ്ങളിൽ ഇത്രയും വലിയൊരു മാറ്റം ഇവിടെ നമ്മൾ കാണുമ്പോഴേ, അതും മലബാർ ഭാഗത്ത്, കോഴിക്കോട് മലപ്പുറം ഈ ഭാഗത്തൊക്കെ ഇത്രയും വലിയൊരു മാറ്റം നമ്മൾ ഒരിക്കലും പ്രതീക്ഷയല്ല. 2 ഭാഗത്തും 6 വരി പാതയിലെ ലൈനും അതിൻ്റെ മാർക്കിങ്ങും ഡിവൈഡറിൻ്റെ മുകളിലുള്ള മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ അറപ്പുഴ പാലത്തിൻ്റെ ഈ ഭാഗത്ത് ഒരു അപ്രോച്ച് റോഡ് ഇനി വരാനുണ്ട്. ആ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഈ പാലത്തിൻ്റെ പണിയോടുകൂടി അവസാനത്തോടു കൂടി അവിടെ നടക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതാണ് ഇനി ഇവിടെ നടക്കാനുള്ള, കാര്യമായിട്ട് നടക്കാനുള്ള വർക്ക്. അറപ്പുഴ പാലം 2 ഭാഗത്തും പാലുണ്ട് കേട്ടോ. ഇപ്പോൾ റൈറ്റ് സൈഡിലെ പാലാക്കണം. ഇതാ കോൺക്രീറ്റ്, ഇവിടെയൊക്കെ കോൺക്രീറ്റ് കഴിഞ്ഞു. 1ാം ഘട്ടമായിട്ട് അതിൻ്റെ ഒരു 4 സ്പാനുകൾക്കിടയിൽ, 4-5 സ്പാനുകൾക്കിടയിലുള്ള കോൺക്രീറ്റ് കഴിഞ്ഞിട്ട് ഈ ഭാഗത്തും ഇതാ അതിൻ്റെ പിയറിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഫയലിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഈ ഇടതു ഭാഗത്ത് ഇപ്പം നടക്കുന്നത്. എന്തായാലും വേഗത്തിൽ കഴിയട്ടെ ഈ വർക്ക്. ഇതാണ് ഇവിടെയാണ് ഇപ്പോൾ കുറച്ച് ഗതാഗത കുരുക്കുണ്ടാകുന്നത്. നല്ല ട്രാഫിക്കുള്ള സമയങ്ങൾ, പ്രത്യേകിച്ച് വൈകുന്നേരം ശനിയാഴ്ച ദിവസങ്ങളിലൊക്കെ നല്ല ട്രാഫിക്കാണ്. ഈ 6 വരി പാതയിൽ കൂടി കണ്ട് വന്നിട്ട് പിന്നെ ഇവിടെ ഒരു കുപ്പിക്കഴുത്ത് പോലെ കണ്ട് കുടുങ്ങുകയാണല്ലോ. അപ്പം വല്ലാത്തൊരു ഗതാഗത കുരുക്ക് അവിടെ അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പൊക്കെ കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ ഏകദേശം ഒരു വൈകുന്നേരം സമയമാണെങ്കിലും വലിയൊരു ഗതാഗത കുരുക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നില്ല. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ രാമനാട്ടുകരല്ല, തലപ്പാറ വരെ മലപ്പുറം പുതിയ മലപ്പുറം റീച്ചും കോഴിക്കോട് റീച്ച് ഇടിമിഴിക്കൽ അവസാനിക്കുകയാണ്. രാമനാട്ടുകര കഴിഞ്ഞ് ഇടിമിഴിക്കൽ അവസാനിക്കുകയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് കുളപ്പുറം വരെ, കുളപ്പുറമല്ല തലപ്പാറ വരെയുള്ള വർക്ക്, 6 വരി പാതയുടെ വർക്ക് ഒരു 90% കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേ ഒരു 10-20 കിലോമീറ്റർ അതിവേഗതയിൽ നമുക്ക് അടിച്ച് മിനിച്ച് പോകട്ടോ. അപ്പോൾ ആ കാഴ്ചകളാണ് നമ്മൾ ഈ കാണുന്നത്. ഇത് ഐഞ്ഞിലം അണ്ടർപാസ്, പാറക്കോളേജ് എടവണ്ണപ്പാറ റോഡിൽ വരുന്ന കോസ്റ്റലായിട്ട് വരുന്ന ഐഞ്ഞിലം അണ്ടർപാസ്. കാണുമ്പോൾ തന്നെ ഒരു ചന്ത കേട്ടോ. റോഡ് കാണാൻ എന്ത് മനോഹരമാട്ടോ. വെച്ച് കാച്ചങ്ങായിട്ട് പോയാൽ മതി. അതിവേഗതയിൽ വാഹനങ്ങൾ കുതിച്ചു പോയാൽ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കാലുകളൊക്കെ അവിടെ ഉയർന്ന് കാണുന്നുണ്ട്. സ്ട്രീറ്റ് ലൈറ്റ് കത്തി തുടങ്ങിയിട്ടില്ല കേട്ടോ. എന്തായാലും സോളാറിലൊന്നും ആവാഞ്ഞാൽ മതി എന്നുള്ളൊരു പ്രാർത്ഥനയാണ്. കാരണം സോളാറിലാണെങ്കിൽ അതൊരു പരാജയമാവും. ഇലക്ട്രിക് തന്നെ ആയിരിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ അതാ ഭാരത് ബെൻസിൻ്റെ ഒരു ഷോറൂമുണ്ട്. അത് കഴിഞ്ഞിട്ടൊരു ക്ഷേത്രം, തളി ക്ഷേത്രമുണ്ട് ഇവിടെ. പിന്നെ ഇവിടെ ഈ പാറമ്പൽ ജംഗ്ഷനിൽ ഒരു ഫുഡ് ഓവർ ബ്രിഡ്ജ് വരുന്നുണ്ട്. അതിൻ്റെ വർക്കൊക്കെ പാടെ തുടങ്ങാൻ നിൽക്കുകയാണ്. അവിടെ ജനങ്ങളൊക്കെ വലിയ സമരവും കാര്യവും പ്രക്ഷോഭമൊക്കെ ആയിട്ട് അവിടെ അണ്ടർപാസ് അനുവദിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് സമരങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു. അവസാനം ഒരു ഫുഡ് ഓവർ ബ്രിഡ്ജ് അവിടെ പാസ്സായിട്ടുണ്ട്. അതേമാതിരി കൊടനടക്കാവിലുണ്ട് ഒരു ഫുഡ് ഓവർ ബ്രിഡ്ജ്. അപ്പോൾ അതിൻ്റെ വർക്കൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഇവിടെ 6 വരി പാതയിൽ വാഹനങ്ങൾ
കടന്നു പോവുകയാണ്. അതിൻ്റെ മാർക്കിങ്ങും ലൈനും കാര്യങ്ങളൊക്കെ ഇവിടെ ഈ ഭാഗത്ത് നടന്നിട്ടുണ്ട്. രാമനാട്ടുകര കഴിഞ്ഞ ഇടിമിക്കൽ വരെയാണ് ഈ ഇതിൻ്റെ KMC പറഞ്ഞ ഈ കമ്പനീൻ്റെ കോൺട്രാക്റ്റ് അവരാണ് ഈ വർക്ക് ഏറ്റെടുത്ത് നടത്തുന്നത്. വളരെ വേഗതയിൽ അവരെ കർത്തവ്യം പൂർത്തീകരിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ KNRC എന്ന് പറഞ്ഞ കമ്പനിയാണ് ആ മലപ്പുറം ജില്ലയിലെ 2 റീച്ചും ഏറ്റെടുത്ത് നടക്കുന്നത്. അതും അതിവേഗതയിൽ ആ വർക്കും അവിടെ നടക്കുന്നുണ്ട്. ഇടിമീക്കൽ മുതൽ വെങ്ങളം വരെ, രാമനാട്ടുകര ഇടിമീക്കൽ മുതൽ വെങ്ങളം വരെയാണ് ഈ കോഴിക്കോട് ബൈപ്പാസിൻ്റെ ദൈർഘ്യം. 29 കിലോമീറ്ററാണ് ഇതിൻ്റെ ദൈർഘ്യം. 1980 അതിൻ്റെ സ്ഥലം ഏറ്റെടുപ്പ്, ബൈപ്പാസിന് വേണ്ടി സ്ഥലം ഏറ്റെടുക്കുമ്പോൾ തന്നെ 45 മീറ്ററിൽ ഏറ്റെടുത്തത് കൊണ്ട് പുതുതായിട്ട് സ്ഥലം ഏറ്റെടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ പണിയുണ്ട് തുടങ്ങിയാൽ മതിയായിരുന്നു. ഇവർക്ക് മറ്റു ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ രാമനാട്ടുകര ഭാഗം എത്താനായിട്ട് രാമനാട്ടുകര അണ്ടർപാസ്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേമാതിരി ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.